മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന് നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു. ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇവിടെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് മറ്റേതോ ശക്തികളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. നോക്കൂ, ഇത്രയും ഗൗരവമുള്ള വിഷയമുണ്ടായി ഓണത്തിന് മുമ്പാണ്. തിരുവോണം 5-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു. അതിന് മുമ്പാണ് ഈ പറയുന്ന ശുചിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നത്. നാളിതുവരെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അക്ഷരം അനുകൂലമായോ പ്രതികൂലമായോ സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹം ആരെയാണ് ഇത്തരത്തിൽ വിഡ്ഢികളാക്കുന്നത്? കേരളീയ സമൂഹത്തിന് അറിയാനുള്ള ബാധ്യതയുണ്ടെന്നേ. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് പോലീസ് കയറൂരി വിട്ടിരിക്കുന്നു, പോലീസിന് തോന്നുംപടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സുജിത്തിൻ്റെ കേസ് തന്നെ നോക്കൂ. ആ സുജിത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം അന്ന് തന്നെ നടത്തിയിരുന്നു. ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടന്നിരുന്നു അല്ലേ? ആ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിക്കകത്ത് അതിൻ്റെ റിപ്പോർട്ടിൽ വളരെ സ്പെസിഫിക്കായി അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം കൊടുത്ത ഒരു റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഇവർക്ക് ഒരു ഇൻക്രിമെൻറ്റ് ബാർ ചെയ്തുകൊണ്ട് അല്ലെ അവരൊന്ന് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ നടപടി അവസാനിപ്പിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത്? ഇതുകൊണ്ട് അവസാനിപ്പിക്കേണ്ട വിഷയമല്ല എന്ന് കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി പറയും. ഈ സംസ്ഥാനത്ത് ജനാധിപത്യപരമായി ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം എന്താ മോഷ്ടിക്കാൻ പോയോ? അദ്ദേഹം എന്താ പിടിച്ചുപറിക്കാൻ പോയോ? അദ്ദേഹം എന്താ കൊള്ള നടത്തിയോ? അദ്ദേഹം എന്താ കൊല നടത്തിയോ? നിഷ, അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് 2 ചെറുപ്പക്കാരെ രാത്രിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ചതിൻ്റെ പേരിൽ മാത്രം ആ ചെറുപ്പക്കാരന് സുജിത്തിന് ഇത്രയും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറുഭാഗം കാണാതെ പോകരുത്. സംസ്ഥാനത്തെ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകം, ആ കൊലപാതകം TP ചന്ദ്രശേഖരൻ്റേതായിരുന്നു. TP ചന്ദ്രശേഖരനെ വെട്ടി തുണ്ടമാക്കി 58 വെട്ടി കൊന്ന കൊടിസുനിക്ക് പരസ്യമായി മദ്യപിക്കാൻ, കൊടിസുനിയുടെ മദ്യം വിളമ്പുന്ന ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ പോലീസ് കാവൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്താണ് കാര്യമായ കാര്യത്തിന് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ സുജിത്തിനെ ഇങ്ങനെ മൃഗീയമായി മർദ്ദിച്ചത് നമ്മൾ മറക്കരുത്. അപ്പോൾ എന്ത് നീതിയാണ് ഈ സംസ്ഥാനം നടപ്പിലാക്കുന്നത്? അതിനെ സംബന്ധിച്ച് മറുപടി പറയണ്ടേ? ആഭ്യന്തര വകുപ്പിന് ഒരു മറുപടി ഉണ്ടാകട്ടെ. ഞാൻ വേണ്ടി ചോദിക്കുന്നു, കൊടിസുനിക്ക് നമ്മൾ ഇപ്പോൾ ഈ അടുത്ത സമയത്താണല്ലോ നിങ്ങൾ മനോരമ ചാനൽ ഉൾപ്പെടെ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്. പരസ്യമായി ഒരു ഹോട്ടലിന് പുറത്ത് കാറിന് മുകളിൽ വെച്ച് മദ്യം വിളമ്പി അതിനകത്തേക്ക് സോഡയും ഒഴിച്ച് അവിടെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാവൽ നിൽക്കുന്നത് കേരള പോലീസാണെന്നേ. എന്താ കൊടിസുനി ചെയ്ത തെറ്റ്? കൊടിസുനി ചെയ്ത തെറ്റ് നിയമപരമായി ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയിലേക്ക് ഒരാൾ CPM-ൽ നിന്ന് പോയി, TP ചന്ദ്രശേഖരൻ. ആ TP ചന്ദ്രശേഖരനെ പാർട്ടിയുടെ അറിവോടുകൂടി പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തുണ്ടമാക്കി. ആ കൊടിസുനിക്ക് എന്ത് വൃത്തികേടും ചെയ്യാം. ആ കേസിലെ പ്രതികൾക്കെല്ലാം എന്ത് സഹായവും പോലീസ് ചെയ്തു കൊടുക്കും. ആ കേസിലെ പ്രതികൾക്ക് ജയിലിൽ എന്ത് സഹായം ചെയ്തു കൊടുക്കും. പക്ഷേ ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ ഉണ്ടാകണമെന്നതിന്റെ പേരിൽ മാത്രം ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് രാത്രിയിൽ 2 ചെറുപ്പക്കാരെ, എൻ്റെ സുഹൃത്തുക്കൾ കൂടിയ 2 ചെറുപ്പക്കാരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തതെന്ന് ഒരു പൊതുപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉരുട്ടുക, അവനെ കുനിച്ചു നിർത്തി ഇടിക്കുക, അവൻ്റെ പൂണൂൽ, അവനെ ഒരു ക്ഷേത്രത്തിലെ ശാന്തിയാണ്, അവൻ്റെ പൂണൂൽ വലിച്ചു പൊട്ടിക്കുക, അവൻ്റെ ആഭരണങ്ങൾ അഴിച്ചു വാങ്ങിയിട്ട് കുനിച്ചു നിർത്തി ഇടിക്കുക, ഇത്രയും മൃഗീയമായി അങ്ങനെയൊന്നും പറഞ്ഞാൽ അവസാനിക്കുന്നതല്ലോ ആ മർദ്ദനം. ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസിനെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? ഇതിനൊരു നാഥനുണ്ടാകട്ടെ, ഇതിനൊരു ഉത്തരവാദി ഉണ്ടാകട്ടെ. സ്വാഭാവികമായും ഇതിന് നേതൃത്വത്തിനുള്ളത് ജനാധിപത്യപരമായി നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ജനാധിപത്യപരമായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടാണ്. എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത്രയും ദിവസമായിട്ട് ഇതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നത്? ജയചന്ദ്രൻ, വളരെ കൗതുകകരമാണ് ഈ ചർച്ച. ഇവിടെ ജയചന്ദ്രൻ ഇത് പറയുമ്പോൾ CPM-ന്റെ ഒരു പ്രതിനിധികൾ പോലും ഈ ചർച്ചയിലേക്ക് വരുന്നില്ല. ജയചന്ദ്രൻ ഞാൻ പറയാൻ പാടില്ല, ചിലപ്പോൾ എന്നെ ഇന്നിപ്പോൾ പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോയി കുറിച്ച് നിർത്തിയിടിക്കും. ജയചന്ദ്രൻ കാരണം അദ്ദേഹം ഒരു CPM സഹയാത്രികനായതുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമതി. എന്നാൽ CPM-ന്റെ പാനലിസ്റ്റ് ആണെങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ടതെന്നേ പറയൂ. കാരണം ഇനി എന്നെ പോലീസ് കൊണ്ട് ഇടിക്കരുതല്ലോ. കാരണം ഇന്ന് അങ്ങനെയാണ് സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. CPM-ന്റെയും സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്നവരെല്ലാം ബഹുമാനപ്പെട്ടവർ എന്ന് അഭിസംബോധന ചെയ്തോണം, ഇല്ലെങ്കിൽ ഇടിച്ച് കൂമ്പുവാട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബഹുമാനപൂർവ്വം സംസാരിക്കുന്നുള്ളൂ. ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹം പറയുന്നത് ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുമെന്നാണ്. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോലീസ് പക്ഷേ മർക്കടമുഷ്ടി കൊണ്ട് ഈ പരാതിയുമായി ചെല്ലുന്നവരെയും മറ്റുള്ളവരെയും ഇടിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഒന്നിന് പുറകെ ഒന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അത് പറയുന്നത് പോലീസിൻ്റെ ഇന്റേണൽ ക്വാസി ജുഡീഷ്യൽ അധികാരമുള്ള പദവിയിലിരിക്കുന്നവരാണ്, അവരൊക്കെ ഇന്റേണലായി തീർക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാകുമ്പോൾ, ജനങ്ങളുടെ വികാരത്തിന് വിരുദ്ധമാകുമ്പോൾ അവിടെ ഇടപെടാനാണ് ജനാധിപത്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ജനാധിപത്യപരമായി സർക്കാരുകളെ ചുമതലപ്പെടുത്തുന്നത്, തിരഞ്ഞെടുത്ത് വിടുന്നത്.
അത്തരത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഇവിടെ ബിജിലി ജോസഫ് പറഞ്ഞു, അദ്ദേഹം ഇത് പറയുമ്പോൾ എനിക്ക് പിന്നെ മറ്റൊന്നും പറയാനില്ല, അദ്ദേഹവും ഞാനും വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞല്ലോ, അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ എന്തായാലും കഴിഞ്ഞ 9.5 വർഷമായി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ്റെ പേരൊന്നും പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അതിന് അധൈര്യമുണ്ട്, ധൈര്യക്കുറവുണ്ട്, അതുകൊണ്ടാകാം അദ്ദേഹം അത് പറയാത്തത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഒരു കത്തിനെ കുറിച്ച് ഞാനൊന്ന് വായിക്കാം. അദ്ദേഹത്തിന് DYSP ഓഫീസിൽ നിന്ന് 16/4/2025, അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസം 16-ാം തീയതി ലഭിച്ച കത്തിൽ DYSP ആലപ്പുഴ കൊടുത്തിരിക്കുന്ന കത്താണ്. താങ്കളുടെ ഭാര്യയായ ഷാജിദ ബീവി സർക്കാരിലേക്ക് ഇന്ന ഉദ്യോഗസ്ഥർ, അതിലൊന്നൊരു അജയ്നാഥ് സർക്കിൾ ഇൻസ്പെക്ടർ, പുളിങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടറായ ബിനു, നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CPO ബാബുരാജ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി പ്രോസിക്യൂഷൻ പെർമിഷന് വേണ്ടി താങ്കൾ നൽകിയിരിക്കുന്ന അനുമതി സമർപ്പിച്ചു. ആ അപേക്ഷയിന്മേൽ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പാകെ അപേക്ഷ നൽകിയിട്ടുള്ളതാണ്. താങ്കളുടെ ഭാര്യ പ്രോസിക്യൂഷൻ പെർമിഷന് സമീപിക്കുകയും, അതായത് ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടെ മേലധികാരികളിൽ നിന്ന് പെർമിഷൻ വേണം. അത് BJP സർക്കാർ അധികാരത്തിൽ താങ്കൾ കൂടി ഉൾപ്പെടുന്ന, താങ്കളെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയുണ്ട്. JDS ആണ്. JDS ആകുമ്പോൾ കേരളത്തിലും ഭരണത്തിലുണ്ട്, കേന്ദ്രത്തിലും ഭരണത്തിലുണ്ട്. കേരളത്തിൽ LDFന്റെ ഭാഗമാണ്, കേന്ദ്രത്തിൽ BJPയുടെ ഭാഗമാണ്. ഏതായാലും അത്തരത്തിൽ കേന്ദ്രം കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ പെർമിഷൻ വേണം. താങ്കളുടെ ഭാര്യ പ്രോസിക്യൂഷൻ പെർമിഷൻ കൊടുത്തു. പ്രോസിക്യൂഷൻ പെർമിഷൻ കൊടുത്തപ്പോൾ അതിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. താങ്കൾ കൂടി ഉൾപ്പെടുന്ന താങ്കളുടെ പാർട്ടിയുടെ ഒരു MLA മന്ത്രിയായിരിക്കുന്ന, ഒന്നിലധികം MLAമാരുള്ള JDSന്റെ ഭാഗമായിരിക്കുന്ന ആ മന്ത്രിമാർ കൂടി ഉൾപ്പെടുന്ന മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നു. എൻ്റെ ഭാര്യ ഒരു പരാതി നൽകിയിട്ടുണ്ട്, പ്രോസിക്യൂഷൻ പെർമിഷൻ തരണം. അതിന് മുഖ്യമന്ത്രി ആ കത്ത് താഴോട്ട് കൊടുക്കുന്നു. ആ കത്ത് താഴോട്ട് ചെല്ലുമ്പോൾ ആലപ്പുഴ DYSP താങ്കൾക്ക് ഒരു ഇൻഡാസ് അയക്കുകയാണ്. ആ ഇൻഡാസിൽ പറയുന്നത് ഇങ്ങനെ താങ്കളുടെ ഭാര്യ ഇത്തരത്തിലൊരു പ്രോസിക്യൂഷൻ പെർമിഷൻ പ്രോസിക്യൂഷൻ പെർമിഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത് കാണുന്ന പോലുമില്ല. അത്തരത്തിലൊരു കത്ത് പോലും ഇല്ല എന്ന് പറയുമ്പോൾ താങ്കൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പരാതി കൊടുത്തു, അതിന്മേൽ തീരുമാനമുണ്ടായില്ല എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്ത പരാതി പോലും കാണുവാനില്ല. ഇടതുപക്ഷ പ്രതിനിധിയായ താങ്കളുടെ ഭാര്യ കൊടുത്ത പരാതി എത്ര ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് നിഷ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല, ഇടതുപക്ഷത്തിന്റെ എന്തിനാണെന്ന് നിങ്ങൾ പിന്നെ ഈ മുന്നണിയിൽ തുടരുന്നത്? ബിജിലി ജോസഫ് എന്തിനാണ് JDS താങ്കളുടെ ഒരു മന്ത്രി അതിലിരിക്കുകയല്ലേ കൃഷ്ണൻകുട്ടി? ഇറങ്ങി വരാൻ പറയുന്നേ. ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന് ഒരു ചുമതലയുമില്ല, പോലീസിന്റെ മേൽ ഒരു നിയന്ത്രണവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്നേ നിങ്ങൾ ആ മന്ത്രിസഭയിൽ തുടരുന്നത്? ഇറങ്ങി വരാൻ പറയുന്നേ, ഇറങ്ങി പോകുന്നേ. കാരണം ആ മുന്നണിയുടെ ഭാഗമായിരുന്നിട്ട് എന്ത് നേടാനാ? അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മുന്നണിയിൽ പോലും മുന്നണിയുടെ നേതാക്കന്മാർക്ക് പോലും നീതി ലഭിക്കുന്നില്ലെങ്കിൽ ഉള്ളടക്കവും എങ്ങനെയാണെന്നുള്ളത് കാണണമെന്നേ. നമ്മൾ വെറുതെ, ഞാൻ പറഞ്ഞല്ലോ, കാടടച്ച് വെടിവെക്കാൻ താങ്കൾക്ക് അവകാശമുണ്ട്, താങ്കൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വസ്തുത അതല്ലെന്നുള്ളതാണ് നമ്മുടെ മുകളിലെ യാഥാർത്ഥ്യം. ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ പിടിച്ചോണ്ട് പോയി കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് ഇടിച്ചിട്ട് എന്ത് പ്രാധാന്യമാണ്? സുഹിത്തിനെ പോലെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് ഇടിച്ചിട്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ശ്രീ ജയചന്ദ്രൻ, ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും മിണ്ടിയില്ല, കണ്ടില്ലല്ലോ. പിടിച്ചോണ്ടുപോയി ഇതിൽ കൂടുതൽ ശ്രീ ജ്യോതികുമാർ ചമക്കാല, അഡ്വക്കേറ്റ് ബിജിലി